ഇപ്പോൾ എത്തുന്ന വിവരം മുഖ്യമന്ത്രിയും DGP തമ്മിൽ ക്ലിഫ് ഹൗസിൽ കൂടിക്കാഴ്ച. ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച. വിവരങ്ങളുമായി ബിനോയ് ചേരുന്നു. ബിനോയ്, ഇപ്പോൾ വിവാദ നായകനായി നിൽക്കുകയാണ് പോലീസിൽ അജിത് കുമാർ. മുഖ്യമന്ത്രിക്കും പോലീസ് സേനയ്ക്കുമൊക്കെ ഇപ്പോൾ തലവേദനയാണ്. എന്താണ് ഈ ഒരു കൂടിക്കാഴ്ചയുടെ പ്രാധാന്യം? എന്താണ് ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് ADGPക്കും ഒപ്പം സർക്കാരിനും പോലീസിനുമെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും അൻവർ തുറന്നുവിട്ട ഭൂതം വല്ലാതെ മന്ത്രിസഭയെയും ഒപ്പം CPM-നെയും എല്ലാം കുലുക്കുന്നു എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം ഇന്ന് പുതിയൊരു വിവാദം, അത് ഒപ്പം ആ വിവാദം ശരിവെച്ചുകൊണ്ട് ADGP രംഗത്തെത്തിയിരിക്കുന്നു. തൃശ്ശൂരിൽ വെച്ചുള്ള കൂടിക്കാഴ്ച, പ്രത്യേകിച്ചും RSS നേതാവുമായുള്ള കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ച ശരിവെക്കുന്നു. അത് എന്തിനാണ് എന്ന തരത്തിൽ ഘടകകക്ഷിയായ CPI തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നു. രാം മാധവുമായി ADGP കൂടിക്കാഴ്ച നടത്തുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഒപ്പം മാമിയുമായി ബന്ധപ്പെട്ട തിരോധാനത്തിന്റെ വിവരങ്ങൾ ലഭ്യമാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബാംഗങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെടുന്നു. അങ്ങനെ നിരവധിയായ ആവശ്യങ്ങൾ, ആരോപണങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഇവയെല്ലാം ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് DGPയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടി ഇപ്പോൾ മുഖ്യമന്ത്രി സമയം കണ്ടെത്തി DGPയെ ക്ലിഫ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. കൂടിക്കാഴ്ച ഏകദേശം 1 മണിക്കൂർ സമയം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ തന്നെ സുജിത് ദാസിനെയും ഒപ്പം ADGPയും തലസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം DGP തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ സുജിത് ദാസിനെതിരെ കൃത്യമായ റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ട് സസ്പെൻഡ് ചെയ്ത് നടപടിക്രമങ്ങളിലേക്ക് വന്നു. എന്നാൽ ഇപ്പോൾ അജിത്തിനെതിരെ, MR അജിത് കുമാറിനെതിരെയാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ പല മേഖലകളിൽ നിന്നായി ഉയർന്നു വന്നിരിക്കുന്നത്. ഇത്തരം ആരോപണങ്ങൾ പാർട്ടിയെ വല്ലാതെ പ്രതികൂട്ടിലാക്കുന്നു. പ്രത്യേകിച്ചും ഒരു സമ്മേളനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഉൾപ്പെടെയുള്ളവ തുടങ്ങിയ സമയത്ത് അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന വിവാദങ്ങൾ തന്നെ ചർച്ചയാവുന്ന സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് നിലവിൽ ഇവയെല്ലാം ഏതൊക്കെ തരത്തിൽ സർക്കാരിനെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്ക, പാർട്ടിയെ ബാധിക്കുമെന്നുള്ള കാര്യത്തിലുള്ള ഒക്കെയുള്ള ആശങ്കകളുണ്ട്. ഇതിന്റെയൊക്കെ സാഹചര്യത്തിലാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഇതിനെ എങ്ങനെ നേരിടാം, എങ്ങനെയാണ് ഈ പ്രതിസന്ധികൾ പരിഹരിക്കേണ്ടതെന്ന കാര്യത്തിൽ തന്നെ സംസ്ഥാന പോലീസ് ചീഫിനെ തന്നെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഒരു ചർച്ച മുഖ്യമന്ത്രി നടത്തുന്നത്. ഏകദേശം 1 മണിക്കൂർ സമയം പിന്നിട്ടിരിക്കുന്നു. ചർച്ചയുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും പുറത്തറിയാൻ കഴിയുന്നില്ല. മാധ്യമപ്രവർത്തകർക്ക് അങ്ങ് ക്ലിഫ് ഹൗസിന്റെ ഭാഗത്തേക്ക് എത്താൻ കഴിയത്തില്ല. കാരണം അത്രയ്ക്ക് വളരെ രഹസ്യമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു തുടങ്ങിയത്. പിന്നീടാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം അത്തരത്തിലുള്ള ആരോപണങ്ങളാണ് പോലീസിനെതിരെയും ഒപ്പം സർക്കാരിനെതിരെയും ചില ഉദ്യോഗസ്ഥർക്കെതിരെയും ഒക്കെ ഉയർന്നു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും അജിത് കുമാറിനെ പോലുള്ള ഒരു ഉദ്യോഗസ്ഥനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് തരത്തിലുള്ള ആരോപണങ്ങൾ അൻവർ തുറന്നുവിട്ടതും വല്ലാത്ത തരത്തിൽ സർക്കാരിനും പോലീസ് സേനയ്ക്കും ഒക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ അവയിൽ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ചിലൊക്കെ ചർച്ച ഉണ്ടാവും. പ്രത്യേകിച്ചും ഈ പ്രധാനമായും ഉയർന്നു വന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തൊട്ടു പിന്നാലെയാണ് ഇത്തരം വലിയ ആരോപണങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വന്നത്. മാത്രവുമല്ല, ഇന്നലെ PV അൻവർ നടത്തിയ വാർത്താ സമ്മേളനവും തുടർന്ന് അദ്ദേഹം ഒരു വാട്സപ്പ് കൂട്ടായ്മ നടത്താൻ നീക്കവും ഒക്കെ തന്നെ വലിയ തരത്തിൽ ആരോപണങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഒപ്പം ഇന്ന് അൻവർ ഇന്ന് ഈ കേസ് അന്വേഷിക്കുന്ന ADGPക്ക് എതിരെയുള്ള വിവാദങ്ങൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് പെട്ടെന്ന് DGPയെ വിളിച്ചു വരുത്തി ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. എന്തായാലും നാളെയോടുകൂടി തന്നെ എന്തെങ്കിലും കുറെ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. അത്രയധികം കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. മാത്രവുമല്ല, ഇത്തരത്തിൽ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധിയിലേക്ക് സർക്കാർ കടക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയത്തക്ക കാര്യം. അത്തരത്തിലൊരു വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. പാർട്ടി ഇത് എങ്ങനെ ഉൾക്കൊള്ളും? കാരണം പാർട്ടിയുടെ സമ്മേളനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ ചർച്ചയാവുന്നു. ഘടകകക്ഷിയായ CPI ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ ചർച്ചയുടെ പ്രാധാന്യവും കൂടുന്നത്. ശരി ബിനോയ്.